ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആമസോൺ കുർത്ത സെറ്റ് ഹാളാണ്. എല്ലാം ഭയങ്കര അഫോർഡബിൾ പീസസ് ആണ് ഇന്നത്തെ ഹാളിലുള്ളത്. അതായത് 499 രൂപയ്ക്ക് താഴെ ആട്ടോ എല്ലാ കുർത്ത സെറ്റും. നിങ്ങൾക്കിപ്പം വളരെ കാഷ്വൽ ആയിട്ട് ഇപ്പം ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പെർഫെക്റ്റ് ഡെയിലി വെയർ ആണ്. എല്ലാം തന്നെ നല്ല അടിപൊളി ബ്രാൻഡിൽ നിന്നൊക്കെ ഉള്ളതാണ്. സോ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പീസ് എന്ന് പറഞ്ഞാൽ അന്യ ഡിസൈനർ എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു ഡീപ്പ് ബ്ലൂ കളേർഡ് കുർത്ത സെറ്റ് ആണ്. ഇന്നത്തെ എല്ലാം കുർത്ത സെറ്റ് ആണ്, ദുപ്പട്ട ഇല്ല കേട്ടോ ഒന്നിനും. അപ്പൊ ഇതാണ് ആ കളർ ഞാൻ പറഞ്ഞത്. ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ ആണ് വിത്ത് ഇതിപ്പോ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് കളർ ലൈറ്റ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആട്ടോ. എന്നിട്ട് ഫ്ലോറൽ പ്രിന്റഡ് കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ ഈ ഫ്ലോറൽ പ്രിന്റഡ് കുർത്ത സെറ്റിന്റെ കൂടെ ഒരു സ്ട്രൈപ്ഡ് ബോട്ടം ആണ് വരുന്നത്. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റ് ഭയങ്കര എലഗന്റ് ലുക്ക് തരും. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിൽ കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാണ്. ഇതിന്റെ ഫിറ്റിങ്ങും ലെങ്ത്തും ഒക്കെ പെർഫെക്റ്റ് ആണ്. കുർത്തയുടെ ലെങ്ത്തും ഈവൻ ബോട്ടത്തിന്റെ ലെങ്ത്തും എനിക്ക് പെർഫെക്റ്റ് ആണ്. എൻ്റെ ഹൈറ്റ് 5'1" ആട്ടോ. ആൻഡ് മെറ്റീരിയലിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ രണ്ട് കുർത്തയും ബോട്ടവും വരുന്നത് ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിലാണ്. പിന്നെ ഇതിന് ലൈനിങ് ഒന്നുമില്ല, ഒരു സിംഗിൾ ക്ലോത്ത്, ഐ മീൻ സിംഗിൾ പീസ് ഓഫ് ക്ലോത്ത് ആണ്. ലൈനിങ് ഒന്നുമില്ല, പക്ഷെ സീ ത്രൂ അല്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും സീ ത്രൂ അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരു സ്ലിപ്പ് ഇട്ടാലാണ് കൂടുതൽ കംഫർട്ടബിൾ ആവുക എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അഹെഡ്. പക്ഷെ ഒട്ടും തന്നെ സീ ത്രൂ അല്ല, അതുകൊണ്ട് ഒരു പ്രശ്നവും. പിന്നെ ബോട്ടം ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ്. ഇങ്ങനെ കെട്ടാനുള്ള സംവിധാനമൊന്നുമില്ല, ജസ്റ്റ് ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബോട്ടം ആണ്, പക്ഷെ കംഫർട്ടബിൾ ആണ്. കഴിഞ്ഞ സെറ്റിന് ഞാൻ പ്രൈസ് പറയാൻ വിട്ടുപോയി. 489 റുപ്പീസ് ആട്ടോ ആ കഴിഞ്ഞ സെറ്റിന്. ഈ അടുത്ത സെറ്റും ഒരു പിങ്ക് കളർ, അതായത് ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളേർഡ് സെറ്റ് ആട്ടോ. ഇതും അനി ഡിസൈനർ എന്ന ബ്രാൻഡിൽ നിന്നാണ്. ഇതിന്റെയും പ്രൈസ് 489 റുപ്പീസ് ആട്ടോ. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ഈ പിങ്ക് ഷെയ്ഡ് ഇഷ്ടമല്ല അല്ലെങ്കിൽ കളർ ചേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെഡ് ഷെയ്ഡും അവൈലബിൾ ആണ്. അതായത് പിങ്കും റെഡും ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിലും. അപ്പോൾ ഇതിന്റെ സൈസിങ്ങും മുന്നേ പറഞ്ഞ കുർത്ത സെറ്റിന്റെ സെയിം ഫീച്ചേഴ്സ് ആണ്. അതായത് മീഡിയം സൈസ് ആണ്, കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്, പിന്നെ ലൈനിങ് ഇല്ല, ബട്ട് സീ ത്രൂ അല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും സീ ത്രൂ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്ലിപ്പ് ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്താണ്, ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ എനിക്ക് കറക്റ്റ് ആട്ടോ. എനിക്ക് ടൈറ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ബോട്ടത്തിലേക്ക് പോകുമ്പം ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ്. പിന്നെ ഇതിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതൊരു നല്ല ഫീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോക്കറ്റ് ഉള്ള പാൻറ്. രണ്ട് സൈഡിലില്ല, ഒരു സൈഡിലേ ഉള്ളൂ പോക്കറ്റ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ ബോട്ടം എന്ന് പറഞ്ഞ ഒരു ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. പലാസോയുടെ അത്ര ഇങ്ങനെ ബും ബും കിടക്കില്ല, എന്നാലും ഒരു ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. അടുത്തത് ഗോസ്രിക്കി എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു ഗ്രീൻ കളേർഡ് കുർത്ത സെറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 479 റുപ്പീസ് ആണ്. പിന്നെ ഇതിന് വേറെ കളർ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യായിരുന്നു. വേറെ കളർ ഓപ്ഷൻസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ മേടിച്ചതാട്ടോ. ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഗ്രീൻ, തത്തപ്പച്ചയല്ല എന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെറൈറ്റി ഓഫ് ഗ്രീൻ ആണ്. ഒരു പ്രിന്റഡ് ഡിസൈൻ, സാധാരണ ഒരു പ്രിന്റഡ് ഡിസൈൻ വി നെക്ക് കുർത്ത സെറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം വി നെക്ക്. നമുക്ക് കുറച്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ, എൻ്റെ കൂട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ വി നെക്ക് ഇട്ടാൽ നമുക്ക് കുറച്ച് ഒരു ഫിറ്റ് ആയ ഒരു ഫീൽ കിട്ടും. അതായത് കുറച്ച് ഹൈറ്റ് തോന്നിക്കും നമ്മളെ കാണുമ്പോൾ. അപ്പൊ അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതും കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാണ്. മീഡിയം സൈസിലാണ്. ഫിറ്റിംഗ് ഒക്കെ എനിക്ക് കറക്റ്റ് ആയിട്ടാണ് തോന്നിയത്, ലെങ്ത്തും കറക്റ്റ് ആണ്. പിന്നെ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വരുന്ന ബോട്ടം ആണ്. ഇതും മുമ്പത്തെ രണ്ട് സെറ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആണ്, അതുകൊണ്ട് തന്നെ കെട്ടിവെക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബോട്ടം. പിന്നെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ, അതും നല്ല കാര്യം. സോ 479 റുപ്പീസിന് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഇതാണ്, കളറും ആണ്. പിന്നെ ഇട്ടുകൊണ്ട് നടക്കാനും ഭയങ്കര സുഖാട്ടോ. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ്, ഒട്ടും തന്നെ ട്രാൻസ്പെറന്റ് അല്ല. നിങ്ങൾക്ക് ഇതിനോട് സ്ലിപ്പ് വേണ്ടാന്ന് തന്നെ പറയും ഞാൻ. അടുത്തത് ഒരു മെറൂൺ കളറിലെ കുർത്ത സെറ്റ് ആണ്. ഇതിന് പിന്നിൽ ഒരു കുട്ടി കഥയുണ്ട്. ഞാൻ ഈ കുർത്ത സെറ്റ് എപ്പോൾ നോക്കിയാലും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആട്ടോ. കാരണം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഒരു മെറൂൺ കളർ കുർത്ത സെറ്റ് ആണ്. ഇത് ഇപ്പൊ ഞാൻ ശരിക്കും ലൈറ്റിന്റെ അടിയിലായോണ്ടാണ്, കുറച്ച് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കളേഴ്സും തോന്നും.
പക്ഷെ ഇത് കുറച്ച് ഡാർക്ക് കണ്ടോ, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ ആണ്. എല്ലാവർക്കും പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കളർ എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തവണ വന്നോണ്ട് ഞാനതങ്ങ് മേടിച്ചു. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഒരു മോട്ടീവ് പ്രിന്റഡ് കുർത്ത സെറ്റ് ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. ഒരു നല്ലൊരു റൗണ്ട് നെക്കും 3/4 സ്ലീവ്സും ഒക്കെയാണ്. പിന്നെ പാന്റ് വരുന്ന അതേ ഡിസൈനോട്ടോ ഇവിടെ അവസാനവും വരുന്നത്. അതായത് സ്ട്രൈപ്ഡ് പാന്റ് ആണ്. ഇത് അന്യ ഡിസൈനറിന്റെ ടിപ്പിക്കൽ ഡിസൈൻ ആ എല്ലാത്തിനും. അതായത് വേസ്റ്റ് ഫിറ്റിംഗ് ഇനി ഇലാസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ ദാ ഇങ്ങനെ പോക്കറ്റ് ഉണ്ടാവും, ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും. ടൈപ്പ് ഇല്ല, ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ബാൻഡ് ആയിരിക്കും. പിന്നെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലും ആയിരിക്കും. പിന്നെ ഇതിന്റെ വാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ ഈ ബ്രാൻഡിൽ നിന്ന് മേടിക്കുന്ന എല്ലാ കുർത്ത സെറ്റും മെഷീൻ വാഷ് ആണ് ചെയ്യാറ്. ഞാൻ കൈകൊണ്ടൊന്നും നനയ്ക്കാറില്ല, എനിക്ക് അതിന്റെ മടിയാണ്. പക്ഷേ കുഴപ്പമില്ല, കുറച്ചധികം നാളിത് കളറൊന്നും ഫേഡ് ആവാതെ എനിക്ക് ഇരുന്നിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞ ഒരു 5-6 വാഷ് കഴിയുമ്പോഴത്തേനും കുറച്ച് ഷ്രിങ്കിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു 499, ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അണ്ടർ 499 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ക്വാളിറ്റിയെ പ്രതീക്ഷിക്കുക. ഒരു 5 to 6 വാഷസ് വരെ അധികം ഷ്രിങ്ക് ആവില്ല. ബട്ട് അത് കഴിയുമ്പോഴത്തേനും കുറച്ചൊന്ന് ചുരുങ്ങിയ ഒരു ഫീൽ നമുക്ക് കിട്ടും. അടുത്ത സെറ്റ് ഞാൻ ഭയങ്കര ആശിച്ച് മോഹിച്ച് മേടിച്ചതാട്ടോ. ഒരു ഫ്ലോറൽ കുർത്ത സെറ്റ് ആണ്. വീണ്ടും അന്യ ഡിസൈനർ ഗോസ്രുക്കി ആ ബ്രാൻഡിൽ നിന്നാണ്. ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വീനെക്ക് കുർത്ത സെറ്റ് ആണ്. പീച്ച് കളർ, പീച്ചോ ബീജോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇത്. ഭയങ്കര ന്യൂട്രൽ കളറാണ്. പക്ഷെ പ്രശ്നം എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഞാനിത് മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസിലാട്ടോ. അതായത് സൈസ് ചാർട്ട് തന്നേക്കുന്ന അതേ പ്രകാരമാണ് ഞാൻ മേടിച്ചത്. പക്ഷെ എനിക്ക് നല്ല ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇതിന്റെ ട്രൈ ഓൺ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഇട്ടപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ഈ സെറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈസ് മുകളിൽ മേടിക്കണം. അതായത് എം ആണെങ്കിൽ നിങ്ങളൊരു എൽ എങ്കിലും മിനിമം മേടിക്കണം. കാരണം ഒന്നാമത്തെ കാര്യം ഇത് കോട്ടൺ ആണ്. ഇനി കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റും കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു കുറച്ച് വാഷ് കഴിയുമ്പോൾ ഇത് ഷ്രിങ്ക് ആവും. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ നാളിടണം എന്നുണ്ടെങ്കിൽ ഇത് ഷ്രിങ്ക് ആയ ഒന്നാമതേ ടൈറ്റ് ആണ്. അപ്പൊ ഷ്രിങ്ക് ആകുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവും. അപ്പം നിങ്ങൾ പ്ലീസ് ഈ സെറ്റ് ആണെങ്കിൽ ഒരു സൈസ് അപ്പ് മേടിക്കുക. ബാക്കി പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഇതിന്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ 3/4 സ്ലീവ്സും പിന്നെ ബോട്ടം പറയുകയാണെങ്കിലും സെയിം മെറ്റീരിയലാണ്. പിന്നെ ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഫിറ്റിംഗ് ആണ്. പിന്നെ മറ്റ് പാൻറ്റുകളെ അപേക്ഷിച്ച് ഇതൊരു പ്രോപ്പർ പലാസോ പാൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് കുറച്ച് ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. മൊത്തത്തിൽ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സീ ത്രൂ ചെറുതായിട്ട് സീ ത്രൂ ആണ്. അപ്പൊ ഇതിന് നിങ്ങൾ ഒരു സ്ലിപ്പ് ഇടേണ്ടി വരും. പക്ഷെ ഒരു സൈസ് അപ്പ് മേടിക്കാൻ മറക്കരുത്. അടുത്ത സെറ്റ് ലൈമ്യൂ എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു കുർത്ത സെറ്റ് ആണ്. ഇതൊരു പോളിയസ്റ്റർ ഫാബ്രിക്, അവർ കോട്ടൺ ബ്ലെൻഡ് പ്ലസ് പോളിയസ്റ്റർ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എനിക്കും പേഴ്സണലി അത്ര പ്യുവർ കോട്ടൺ ആയിട്ടൊന്നും ഒന്നും തന്നെ പ്യുവർ കോട്ടൺ അല്ല, എല്ലാം കോട്ടൺ ബ്ലെൻഡ് ആണ്. പക്ഷെ എനിക്കിത് കുറച്ചുകൂടെ എന്താ പറയാ, ഇടുമ്പോൾ ചൂടെടുക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലേ, കുറച്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ഏകദേശം നല്ല ഭംഗിയൊക്കെ വരും എന്ന് വിചാരിച്ച് മേടിച്ച സെറ്റാണിത്. പക്ഷെ വെബ്സൈറ്റിൽ ഇത് കുറച്ചുകൂടി ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് ബ്രൗൺ അല്ല, ഇതൊരു റെഡ് കളേർഡ് ഷെയ്ഡാണ്. ഒരു ഫേഡ് ബ്രിക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലൈറ്റ്, കാണിക്കുന്ന അത്ര ലൈറ്റ് അല്ല, എന്നാലും കുറച്ച് ഫേഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഓഫ് റെഡ് ആണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ് ഇതിന്റെ. അതായത് നല്ലൊരു വി നെക്ക് ഉണ്ട്, പിന്നെ 3/4 സ്ലീവ്സ് ഉണ്ട്, ആൻഡ് ഒരു സ്ട്രൈപ്ഡ് പാന്റ് വിത്ത് ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് ഫിറ്റിംഗ്. ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ഇതിന് ആകെയുള്ള ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇസ് ഡെഫിനറ്റ്ലി ദ മെറ്റീരിയൽ. കാരണം എനിക്ക് ഇട്ടപ്പോൾ പേഴ്സണലി കുറച്ച് ചൂടെടുക്കുന്ന പോലെ ഫീൽ ചെയ്തു. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ സീ ത്രൂ കുഴപ്പമില്ല, ഫാബ്രിക് ക്വാളിറ്റി കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു സ്ലിപ്പ് ഇട്ടാൽ മതി. സോറി കേട്ടോ, ഞാൻ കഴിഞ്ഞ കുറച്ച് സെറ്റിന്റെ ഒന്നും പ്രൈസ് പറയാൻ വിട്ടുപോയി. എല്ലാം ഒന്നും പേടിക്കണ്ട, എല്ലാം തന്നെ 499 താഴെയുള്ള സെറ്റാട്ടോ. അപ്പൊ എല്ലാം മാക്സിമം പ്രൈസ് 499 ആണ്. അപ്പൊ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 499 റുപ്പീസ് വരുന്ന ഒരു സെറ്റ് അല്ല കേട്ടോ, എനിക്കിത് അബദ്ധം പറ്റിയതാണ്. ഇതൊരു കുർത്തിയാണ്. അതായത് ജസ്റ്റ്
കുർത്തയല്ല, കുർത്ത. ഇത് വെറും ഒരു കുർത്തയാണ്, കുർത്ത സെറ്റ് അല്ല, ജസ്റ്റ് ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ. 499 rupees ആണ് ഇതിന്റെ വില. ഞാൻ മേടിച്ചിരിക്കുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. നിങ്ങൾക്ക് ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടമല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആട്ടോ. എനിക്ക് തോന്നുന്നു വൈൻ, പിന്നെ ലാവൻഡർ, അങ്ങനെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് ഈ കളർ പച്ച ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. 499 രൂപയാണ് വില. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്, ലൈനിങ് ഇല്ല. പിന്നെ എനിക്ക് കുറച്ച് തിൻ ഫാബ്രിക് ആയിട്ട് തോന്നി. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെ അടിയിൽ ഒരു സ്ലിപ്പ് ഡെഫിനറ്റ്ലി ഇടേണ്ടി വരും. പിന്നെ ഇതിന്റെ നെക്ക് എന്നൊക്കെ പറഞ്ഞാൽ റൗണ്ട് ആണ്, 3/4 സ്ലീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്റെ ട്രൈ ഓൺ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നെ ലെങ്ത്തും അത്യാവശ്യം ഉണ്ട്, ആസ് ഇൻ ഞാൻ 5'1" ആണ്. അപ്പൊ ലെങ്ത് കുറച്ച് അത്യാവശ്യം നീളമുള്ള ഒരു കുർത്തയാണ്. ഞാൻ ജീൻസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു, എനിക്ക് തോന്നുന്നു എവറി ഡേ വെയറിന് പെർഫെക്റ്റ് ആണ്. പിന്നെ നിങ്ങളിപ്പോ ഒരു ജേർണി, ലോങ് ജേർണി, ട്രെയിൻ, ബസ്, അങ്ങനെ ജേർണിയിലൊക്കെ പോകുന്ന ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറെ ഈ ഹിന്ദി വ്ളോഗേഴ്സിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അവരിൽ കുറെ പേര് ഇട്ട് കണ്ട ഒരു സെറ്റാട്ടോ ഇത്. അപ്പൊ ഞാൻ കുറെ പ്രതീക്ഷയോടെ മേടിച്ച ഒരു സെറ്റാണ്. നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഇത് കണ്ടു പരിചയം ഉണ്ടാവും. ഇത് റൈത്രാസ് എന്ന ബ്രാൻഡിൽ നിന്ന് മേടിച്ച ഒരു സെറ്റാണ്. 489 rupees ആട്ടോ ഇതിന്. ഇങ്ങനെയാണ് ആ സെറ്റ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ഇത് മേടിച്ചു, പക്ഷെ ഇട്ടപ്പോ എനിക്ക് കണ്ടത്ര ഭംഗി ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. മേ ബി എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് സൈസ് ചാർട്ട് ആണ്. ഞാൻ മേടിച്ച സൈസ് ചാർട്ട് എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഒരു ലൂസ് ഫിറ്റഡ് കുർത്തയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൂസ് ഫിറ്റഡ് കുർത്തയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റിന്റെ നിങ്ങളുടെ സൈസ് ഏതാണോ അതിന് ഒരു സൈസ് മുകളിൽ മേടിക്കുക. എം ആണെങ്കിൽ നിങ്ങൾ എല്ല് മേടിക്കുക. കാരണം എനിക്കത് ടൈറ്റ് ഫിറ്റിംഗ്, ടു ഫിറ്റ് ആയിട്ട് കിടന്നിട്ട് എന്തോ ഭയങ്കര ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിന്റെ കുർത്തയുടെ ലെങ്ത്തും അധികം ഇല്ല, കുറച്ച് ഷോർട്ട് ലെങ്ത് ആണ്. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്തത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളൊരു നെക്സ്റ്റ് സൈസ് അപ്പ് മേടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും അതൊരു ലൂസ് ഫിറ്റഡ് കുർത്തയായിട്ട്, അങ്ങനെ ലൂസ് ഫിറ്റഡ് ആയിട്ട് കിടക്കുമ്പോൾ ഷോർട്ട് ആയിട്ട് കിടന്നാലും കുഴപ്പമില്ല, അതൊരു ഭംഗിയാണ്. കാരണം ഇതിന്റെ പാന്റ് ലൂസ് ഫിറ്റഡ് പാന്റ് അല്ല, കുറച്ച് കാലിനോട് കിടക്കുന്ന ഈ പെൻസിൽ പാന്റ് പോലെ കിടക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാന്റ് ആണിത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ മെറ്റീരിയൽ, കുർത്തയുടെയും ബോട്ടത്തിന്റെയും. കോട്ടൺ ബ്ലെൻഡ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് മേടിച്ച എല്ലാ സെറ്റിലും വെച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് ഫാബ്രിക് എനിക്ക് ഇട്ടിട്ട് ഫീൽ ചെയ്തത്. വേറെ ഒന്നും ഞാൻ വാഷ് ഒന്നും ചെയ്തിട്ടില്ല, ഇട്ടെടുത്തോളം എനിക്ക് ഫീൽ ചെയ്തത് വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സീത്രൂ ഒന്നും അല്ല. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ ഫാബ്രിക് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആകെ കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നിയത് ഇതിന്റെ സൈസ് ചാർട്ട് ആണ്. സോ ബൈ എ സൈസ് അപ്പ്. അപ്പൊ ഇന്നത്തെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഗിവ് എ ബിഗ് തംസ് അപ്പ്. എന്നിട്ട് കോമെന്റ് സെക്ഷനിലും പറയാട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് സെറ്റ് ഏതാണെന്നൊക്കെ. ഞാൻ ലിങ്ക് എല്ലാ സെറ്റിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹോൾ വീഡിയോസിന്റെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി കേട്ടോ. കുറച്ചുപേർ എനിക്ക് വേറെയും വീഡിയോസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് മേടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ദയവായി ക്ഷമിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.